നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, എനിക്കൊരു റിക്വസ്റ്റ് വന്നായിരുന്നു. നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ നോക്കണം, അതിൻ്റെ കൂടെ ഒരു ഗൈഡൻസും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. ഒരു ഡിവോഴ്സിൻ്റെ കിട്ടുമോ എന്നുള്ളൊരു റീഡിംഗ് എടുക്കണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്തിട്ടില്ല. അടുത്ത റീഡിംഗ് ഞാനത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ആണ് നോക്കുന്നത് നിങ്ങളുടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം എന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്ന്, കുറച്ചും കൂടെ ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുക കാർഡ്. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ്, ഈ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കല്ല ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു 3 കാർഡ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. വേറെ കാർഡ്സ് വരും ഇല്ല. ഒന്നാമത്തെ ഈ 3 കാർഡ്സാണ് വന്നേക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ബീയിങ് പൊളൈറ്റ്, എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് ദയയോടുകൂടെ പെരുമാറുക. രണ്ടാമത്തത് ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കുക. നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് പെരുമാറുക. നിങ്ങളുടെ ഇമോഷൻസ് അനുസരിച്ച് നിങ്ങൾ പെരുമാറരുതെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ അത് ജീവിതത്തിന്റെ അവസാനം അല്ല. എന്നുവെച്ചാൽ ഇതാണ് ഇതിനപ്പുറം ഒന്നും വരാൻ പോകുന്നില്ല എന്നല്ല. ഇത് നിങ്ങളൊരു വഴിത്തിരിവിലാണ്. നിങ്ങളൊരു സ്ഥലത്ത് എത്തി ഗതിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ട്. 2 വഴിയോ 3 വഴിയോ, പല വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ടാവാം. അപ്പൊ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ ചൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ നിങ്ങളായിട്ട് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ ആ വഴി ചൂസ് ചെയ്യാനായിട്ടുള്ള സഹായത്തിന് ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത് കേട്ടോ. എന്റെ കണ്ണട. അപ്പോ ഓവറോൾ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണെങ്കിലും വളരെ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് പെരുമാറുന്നത്. ഇത് നാച്ചുറലി നിങ്ങൾ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല. പക്ഷെ ഇപ്പോഴായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഗതിമുട്ട് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നു നിങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഇത് പണത്തിന്, ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ആയൊരു എനർജിയാണിത്. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട്, ജനറലി വളരെ പ്രാക്ടിക്കലായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. ഇത് തിരിച്ചും വരാം. ചിലപ്പോൾ നിങ്ങൾ വളരെ എന്താ പറയാ ഇമോഷണലായിട്ട് പെരുമാറുന്ന ഒരു എനർജി ആയിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് സ്ലോ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ പ്ലാനിങ്ങോട് കൂടെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. അപ്പൊ ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിറ്റർമിൻഡ് ആണ്. വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കും. എന്തെല്ലാം തടസ്സം മുമ്പിൽ വന്നാലും വളരെ ക്ഷമയോടെ അതിനെ മറികടക്കാനുള്ള വഴി കണ്ടുപിടിച്ച് അത് മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഒരു എനർജിയാണിത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിക്ക് ഒരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നത്.
അത് റിലേഷൻഷിപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നോ? നിങ്ങൾ വളരെ ആശിച്ച് മോഹിച്ച് വളരെ വിശ്വസിച്ച് ഒരു റിലേഷൻഷിപ്പിലായിരുന്ന ഒരാളാണ്. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ, ആ പാഠങ്ങളാണോ നിങ്ങളിപ്പോ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ട് പോകാൻ, ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, എല്ലാവരെയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചാൽ ശരിയാവില്ല, ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജെമിനായി അക്വാരിയസ് ആണ് കാണിക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ, അതാണ് കാണിക്കുന്നത്. എല്ലാ കാർഡും റിവേഴ്സ് ആണോ നോക്കിയതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാർഡ് റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ നടന്നത്, പ്രസന്റിൽ എന്താ നടക്കുന്നത്, ഫ്യൂച്ചറിൽ ഇനി എന്താണ് വരാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, മഴ മീൻസ് ഒരു തണുപ്പ് പുറത്ത് വരികയോ ചൂട് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പുകളെല്ലാം കൂടെ നമ്മളുടെ വീടിനുള്ളിൽ കയറും അല്ലേ. സുരക്ഷ നോക്കിയിട്ട് ഭക്ഷണം അവൈലബിൾ ആണ്, അത് വേറെ കാര്യം. അപ്പോൾ പാസ്റ്റില് നിങ്ങൾ നാസ്തികനായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ ബിലീഫ്സ്, ട്രഡീഷണലായിട്ട് നമ്മളെ മതം പഠിപ്പിക്കുന്ന, അല്ലെ നമ്മളുടെ ജീവിതം, നമ്മൾ ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതത്തിൽ പറയുന്ന ചിട്ടകളൊന്നും പാലിക്കാതിരുന്ന, വളരെയധികം അത്രയധികം വിശ്വാസമൊന്നും ഇല്ലാതിരുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾ. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയിരുന്നു. പിന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി അല്ലേ. നോക്കാം നമുക്ക്. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണിത്. ഇത് ട്രഡീഷണലായിട്ട് വളരെ ട്രഡീഷണൽ, ഇത് മത പണ്ഡിതനാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഈ പുള്ളിയുടെ കാർഡ് തിരിച്ചു വരുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ട്രഡീഷൻ എല്ലാം വിട്ടിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. എന്ന് വെച്ചാല് ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് നിങ്ങൾ പാസ്റ്റില്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങള്, കാരണം നിങ്ങളുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. പല തെറ്റുകളും, തെറ്റെന്ന് ഞാൻ മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ തെറ്റായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള. അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്താ പറയാ, ദൈവത്തിന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ സ്വന്തം കഴിവ് കൊണ്ട് ആണ് ഞാൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയത്. ഒരിക്കലും ഒരാൾക്കും എന്നെ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. മനസ്സിലായി? നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കാർഡ് പറയുന്നത് 7 ഓഫ് സ്വേർഡ്സ് ആണ്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോഷ്ടാവിന്റെ കാർഡാണ്. പല പ്രാവശ്യം മോഷ്ടിച്ചപ്പോഴും പിടിക്കപ്പെട്ടില്ല, പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെടും. അങ്ങനെയാണ് മോഷ്ടാവിന്റെ കാർഡ്. എപ്പോഴും ഇങ്ങനെ ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ഇതുവരെ എന്നാരും പിടിച്ചിട്ടില്ല എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു പാസ്റ്റില്. പിന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങള് ഇപ്പൊ കറന്റ്ലി നിങ്ങള് മറ്റുള്ളവരോട് ആദ്യമൊക്കെ നിങ്ങൾക്ക് അധികം എനിക്ക് ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇപ്പൊ നിങ്ങള് മറ്റുള്ളവർ പറയുന്നത് പതുക്കെ പതുക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ബന്ധങ്ങള് എന്താ പറയാ മുമ്പോട്ട് കൊണ്ടുപോകാനും, നിങ്ങൾ ബന്ധുക്കളും ഫാമിലിയെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരോട് സഹകരിച്ച് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോ നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. എന്ന് വെച്ചാല് ഒന്നും ക്ലിയർ അല്ലായിരിക്കും, ഒരു മങ്ങിയാണ് എല്ലാം കാണുന്നത്. ബന്ധങ്ങളിലുള്ള കാര്യങ്ങളാണെങ്കിലും മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ കുറച്ച് മങ്ങിയാണ്, ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. എന്താണ് നടക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വന്നേക്കുന്ന 2 കാർഡ് 6 ഓഫ് പെന്റക്കിൾസും പിന്നെ നൈറ്റ് ഓഫ് വാൻഡ്സും റിവേഴ്സും ആണ്. നിങ്ങളുടെ ജീവിതത്തില് വ്യത്യാസങ്ങൾ വരും ഫ്യൂച്ചറിൽ എന്നാണ് പറയുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാവരുടെ നിന്നും എടുക്കുക എന്നൊരു ശീലമാണ് നിങ്ങൾക്ക് ഉള്ളത്. മറ്റുള്ളവർക്ക് കൊടുത്ത ശീലം നിങ്ങൾക്കില്ല. റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റുള്ളവരെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വർക്ക് ചെയ്യണം, നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് അതിന് സമയമില്ല എന്നൊരു ചിന്ത വെച്ചിരുന്ന നിങ്ങൾ, അത് ഫ്യൂച്ചറിൽ ഈ സ്വഭാവം മാറും. മനസ്സിലായോ?
അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഉഴപ്പായിരുന്നു, വളരെ ഉഴപ്പായിരുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. ഇപ്പോഴും അതേ ആ ഒരു ഇതിലാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല കാര്യങ്ങളിൽ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങളത് തിരിച്ചറിയും. നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡ് കണ്ടത്. നിങ്ങളുടെ എനർജിയിൽ അതുണ്ട്. നിങ്ങൾ സ്വഭാവ വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുറെ കാർഡ്സ് ഒക്കെ റിവേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യും. ഇത് ജനറൽ റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല കേട്ടോ. ഒരു ജനറൽ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിന്റെ ഇതാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ കാര്യതലത്തിലും നിങ്ങൾ കള്ളത്തരം വെച്ചിരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ നേരെയുള്ള ഒരു എനർജി അല്ല, സ്വാർത്ഥതയുള്ള എനർജി, മറ്റുള്ളവരിൽ നിന്നെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി, ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത എനർജി, അതിലുള്ള കർമ്മഫലങ്ങൾ മനസ്സിലാക്കാത്ത എനർജി, അതായിരുന്നു നിങ്ങളുടെ പാസ്റ്റ്. അപ്പൊ ഇവിടെ ചാരിയറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നേറണമെന്നായിരുന്നു വിശ്വാസങ്ങള്. ഇപ്പോ ദൈവഭയം, നമ്മൾ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം? ഭയക്കണം. നമ്മൾ ചെയ്യുന്നത് ഒരാൾ കാണുന്നുണ്ടെന്ന ഒരു ഭയം നമ്മളുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വിശ്വാസം തന്നെ തിരസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതമാണ്. മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിരുന്നു അതിനോട്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാം വെട്ടിപ്പിടിക്കണം എന്നൊരു ചിന്തയിൽ നിങ്ങൾ മുമ്പോട്ട് പോയിരുന്ന ഒരു എനർജിയാണ്. കർമ്മഫലത്തിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. അതൊരു പരിധി വരെ അതങ്ങനെ മുമ്പോട്ട് പോയി. നിങ്ങൾ അതില് കാര്യങ്ങളെല്ലാം കുറേയൊക്കെ സക്സസ്ഫുൾ ആയി. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കാം, പക്ഷെ റീസെന്റ് പാസ്റ്റിൽ നിങ്ങൾ ആ വിശ്വാസം കളഞ്ഞു. കാരണം നിങ്ങൾക്ക് കുറെ കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി എനിക്ക് അതിനെ പുറകെ പോകാൻ സമയമില്ല, എനിക്കിനി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയ ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പൊ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിലെല്ലാം നിങ്ങൾ ട്രാപ്പായി കിടക്കുകയായിരുന്നു. ആ ഒരു ചിന്ത, ഇതെങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണം, ഇതെല്ലാം തിരിച്ചു പിടിക്കണം, എന്നത് മോഷ്ടിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടായാലെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടണം. അത് പണമായാലും ജീവിത സൗകര്യങ്ങളായാലും ബന്ധങ്ങളായാലും എന്തായാലും അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്. നിങ്ങൾ കറണ്ട് എനർജിയിൽ കാണിക്കുന്ന പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇൻറ്റ്യൂട്ടീവ് ആയ ഒരു എനർജിയാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു എനർജിയാണ്. ഗോസിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആകാംക്ഷ ഉള്ള ഒരു എനർജിയാണ്. ഒരു ഡ്രീമറും കൂടിയാണ്, വളരെ സെൻസിറ്റീവ് ആണ്. അതുപോലെ ഒരു ന്യൂ ലവും കൂടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ന്യൂ ലവ് ആണോ അതോ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ന്യൂ ലവ് ആണോ എന്നതാണ് സംശയം. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്. വേൾഡ് കാർഡ് ചിലപ്പോൾ ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ട്രാവലിനുള്ള ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ അവസാനമായിരിക്കാം. പക്ഷെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷെ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാലം അവസ്ഥ മാറുന്നുണ്ടെന്ന് പറയാം. ഇതൊരു ഫേസ് ആണ്, ഒരു സൈക്കിൾ അവസാനിക്കുന്നതാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീഷൻ, ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നതാണ് ഇത് കാണിക്കുന്നത്. മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. മൂൺ കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനൊക്കെ വിട്ടിട്ട് ഇപ്പൊ നിങ്ങളുടെ ചിന്ത അതാണ്, ഒരു ന്യൂ ബിഗിനിങ് പോകണം. പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും പണ്ടത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ഇനി നിങ്ങൾക്കൊരു അതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു, ഇതല്ല ജീവിതം എന്നൊരു തിരിച്ചറിവ്, ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വഴിമുട്ടിപ്പോകുന്നു. അപ്പൊ ഇതല്ലായിരിക്കാം കാരണം, ഇതല്ലായിരിക്കാം ഞാൻ ചെയ്യേണ്ടത്, ഇതല്ലായിരിക്കാം എനിക്ക് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു റിസ്ക് എടുക്കുക, എന്നിട്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലും ഡിസിപ്ലിൻഡുമായിട്ട് അതിന്റെ പുറകെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ഏരീസ് ആണിത്. പിന്നെ ക്യാൻസർ, സോഡിയാക് സൈൻ. ഫ്യൂച്ചറിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ 6 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഷെയറിങ്.
ഇനി നിങ്ങൾ അഹങ്കാരം കുറയ്ക്കും. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനുള്ള മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ മുമ്പോട്ട് പോകും തോറും നിങ്ങൾ അതിനുള്ള തിരിച്ചാണ് തന്നെ നിങ്ങൾ മനഃപൂർവ്വം ട്രൈ ചെയ്യും മറ്റുള്ളവരോട് സഹകരിച്ചു പോകാൻ, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ സമയവും എല്ലാം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു പ്ലെയർ എനർജി എന്ന് വെച്ചാൽ കിട്ടുന്നതൊക്കെ മേടിച്ചെടുത്തിട്ട് മുങ്ങുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. മനസ്സിലായി? നിങ്ങൾ ഹാപ്പിനെസ് ആഗ്രഹിക്കും ഫ്യൂച്ചറിൽ. എനിക്ക് ഇപ്പം ഇതുവരെ നിങ്ങൾക്ക് സന്തോഷമില്ല, എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച പോലെ ഒരു ഇല്യൂഷൻ, ഒരു മന്ദതയാണ്. ഇതാണ് എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്നു. പക്ഷെ റിയലൈസേഷൻ വന്നു. നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വലി അവെയർ ആയതുകൊണ്ട് റിയലായ സന്തോഷം എന്താണ് എന്ന് എനിക്ക് അറിയണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നത് കൊണ്ട്, അപ്പൊ ബന്ധങ്ങളിലാണ് റിയലായ സന്തോഷം ഇരിക്കുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു തുടങ്ങും. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ട്രൈ ചെയ്യാൻ തുടങ്ങും. അതാണ് കാണിക്കുന്നത്. ലിയോ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെവിടെയാ കാർഡ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത്? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ്. മനസ്സിൽ ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ചും എല്ലാം വെച്ച് പുലർത്തണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ ഒരു എയിം ഉണ്ടാവുള്ളൂ. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം വരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റീജുവനേറ്റ് ചെയ്യണം, റീഇൻവെന്റ് ചെയ്യണം. നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പൊ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. അക്വാരിയസ് സോഡിയാക് സൈൻ ആണ്, സ്റ്റാർ ആണ്, ഒരു വഴികാട്ടി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം വഴികാട്ടിയാകണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജീവിതം നല്ല ഒരു പാതയിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ് നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡിന്റെ റീഡിംഗ് ആണ്. ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഓറക്കിൾ മെസ്സേജ് ആണ്. ഓക്കെ, അമ്മ കാർഡ്സ് ഒക്കെ തെറിച്ചു പോകാം. ഓക്കെ, ഇതില് 3 കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 കാർഡ്സിൽ ഒന്നാമത്തെ കാർഡ് പറയുന്നത് എംബ്രേസിങ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വരുത്തണമെന്നില്ല, ഭക്ഷണക്രമത്തിലും ജീവിത രീതികളിലും എല്ലാം ഡിസിപ്ലിൻ വരണം. നമ്മളുടെ ലൈഫിൽ നമുക്ക് തന്നെ ഒരു കൺട്രോൾ വേണം എന്നും കൂടി പറയുന്നുണ്ട്. കാരണം അടുത്തത് വരുന്നത് അഡിക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആണ്, വളരെ അഡിക്റ്റഡ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങളെ എനി സോർട്ട് ഓഫ് ഡിസാസ്റ്റർ, നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനെങ്കിലും പുറകെ പോയി കഴിഞ്ഞാൽ അതിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് മാറുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് നല്ലതാണോ ശരിയാണോ തെറ്റാണോ എന്നും നിങ്ങൾ ചിന്തിക്കാറില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. എന്തോ ഒരു സിറ്റുവേഷൻ അവസാനിക്കാനുള്ള ആ
ആ ഒരു എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ അത് അവസാനിക്കാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ട്രാവൽ ചെയ്യാനുള്ള, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. വേൾഡ് കാർഡ് ട്രാവലാണ് പറയുന്നത്. വേൾഡ് കാർഡ് ട്രാവലും ഒരു സൈക്കിളിന്റെ അവസാനവും, ഒരു സർക്കിള് വട്ടം എത്തില്ലേ, അതാണ് കൂടെയാണ് കാണിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണത്. പക്ഷെ നിങ്ങളത് അനുവദിക്കുന്നില്ല, നിങ്ങളത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഹാർട്ട് ബ്രേക്കിലാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇത് തീരാറായി, പക്ഷെ നിങ്ങളത് വിടുന്നില്ല, നിങ്ങളത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഹൃദയവേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വാശിയോടെ ഒബ്സസീവായിട്ട് നിങ്ങളത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നിങ്ങളുടെ പാസ്റ്റില്, ഓക്കെ, പ്രസന്റില്, ഫ്യൂച്ചർ. ഓക്കെ, അപ്പോ പാസ്റ്റില് നിങ്ങളൊരു റിലേഷൻഷിപ്പ്, ഇത് ഹാർട്ട് ബ്രേക്ക് കണ്ടുകൊണ്ടാണ്, ഒരു ബന്ധമാണിത്. ഇത് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധമായിരിക്കാം, സിസ്റ്റർ ബ്രദർ, സിസ്റ്റർ, ഫാമിലി ഉള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമായിരിക്കാം, ലവ് റിലേഷൻഷിപ്പ്. എന്തായാലും അത് വളരെ ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ. ഭയങ്കരമായിട്ടുള്ള ബേർഡൻ ആയിരുന്നു നിങ്ങൾ പക്ഷെ എന്നാലും നിങ്ങളത് കൈവിടാതെ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വളരെയധികം ഹാർട്ട് ബ്രേക്കും നിങ്ങൾക്കുണ്ടായി, അതുപോലെ തന്നെ നിങ്ങളെ ക്ഷീണിച്ചു, മനസ്സിലായ, ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ പോയി. എന്നാലും നിങ്ങളത് വിട്ടുന്നില്ല, നിങ്ങളത് ഓവർലി, മറ്റുള്ളവർ കാണുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇത് ശരിയായ റിലേഷൻഷിപ്പ് അല്ല, ബന്ധമല്ല, ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു വാശി കൊണ്ടായിരിക്കും ഇത് വിട്ട് കളയില്ല. ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ ആണിനെ ഒരു പെണ്ണ് സ്നേഹിക്കുമ്പോൾ ചില സമയത്ത് റിലേഷൻഷിപ്പ് കൊണ്ടുമില്ലെങ്കിലും വിട്ടുകളയാൻ മടിയായിരിക്കും. വേറെ ആരെങ്കിലും ഇവിടെ സ്വീകരിച്ചാലോ, ഞാൻ തന്നെ കാണേണ്ടി വരില്ലേ വേറൊരാളുടെ കൂടെ പോകുന്നത്, അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം ടോക്സിക് ആയാലും ഞാനിത് വിടില്ല എന്നൊരു മൈൻഡും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ ഈസ് ഓഫ് വോൺസും പാഷൻ ഡെവലുമാണ് വന്നിരിക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടോ വളരെ ടോക്സിക്, ഇതും ടോക്സിക് ആണ്. അതല്ലെങ്കിൽ ഈ സെയിം റിലേഷൻഷിപ്പ് ആണ്, നിങ്ങൾ ഭയങ്കര പാഷനറ്റ് ആണ് ഈ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത്, ഇതൊരു പാഷനറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഡെവൽ എനർജി, വളരെ ടോക്സിക് ആയ, വളരെ നാർസിസിസ്റ്റിക് ആയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇത് നിങ്ങളാണോ? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് ഏഞ്ചൽസിന്റെയോ ദൈവത്തിന്റെയോ അനുഗ്രഹമുള്ളതല്ല, ഇത് ചെകുത്താൻ കൊണ്ട് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ അതിൻ്റെതായ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം, സ്നേഹമില്ലായ്മ തുടങ്ങി ബാക്കി എല്ലാ നെഗറ്റീവും ഇതിനകത്ത് കാണുമെന്നാണ് പറയുന്നത്. കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഭയങ്കരമായ ഫിസിക്കൽ അട്രാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ആ പേഴ്സണെ വിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാപ്രിക്കോൺ സോഡിയക് സൈൻ ആണത്. ഫ്യൂച്ചറിൽ ഒരു പുതിയൊരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. 2 of Cups ആണ് കാണിക്കുന്നത്. 2 of Cups എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഹാർട്ട്സ്. അപ്പോൾ വളരെ നല്ല പാർട്ട്ണർഷിപ്പ് ഉള്ള, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, മ്യൂച്വലി അട്രാക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതോടുകൂടി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്, ഈ ടോക്സിക് ആയ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളും കൂടെ വിചാരിക്കണം കേട്ടോ. ഒബ്സസീവായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം കാർഡ്സിന്. ടെൻ ഓഫ് വാൻഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 10 of Pentacles ആണ്. ഇത് എങ്ങനെയെങ്കിലും അതൊരു സക്സസ്ഫുൾ ആക്കണം, മനസ്സിലായ? റിലേഷൻഷിപ്പ് വിട്ട് കളയില്ല,
എയ്റ്റ് ഓഫ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ഭൗതികമായ ഒരു ഭൗതികമായ ഒരു 10 ഓഫ് പെന്റക്കിൾസ്, എനിക്ക് പണം വേണം, ഫാമിലി വേണം, എല്ലാം വേണം, പക്ഷെ അവിടെ സ്നേഹമില്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ആള്. അപ്പൊ ആ പേഴ്സന്റെ പണം കണ്ടിട്ടാണ് നിങ്ങൾ ആ പേഴ്സന്റെ പുറകെ എന്നാണ് പറയുന്നത്. ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, മനസ്സിലായി? ഇമോഷണലി നിങ്ങൾ രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഒരാൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ട്, മറ്റേയാള് മാത്രമാണ് അത് പിടിച്ചുകൊണ്ടിരുന്നത്. വേൾഡ് കാർഡ് അവസാനം എന്താണ്? 2 കാർഡ്. പാസ്റ്റലി റിലേഷൻഷിപ്പ് അവസാനിച്ച് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ വിടുന്നില്ല, മനസ്സിലായോ? നിങ്ങൾ ആ സിറ്റുവേഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ റിലേഷൻഷിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. കുറെ കഴിയുമ്പോൾ തന്നെത്താനെ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു. ഇവിടെ സ്നേഹമില്ല, ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെയാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ പൈസയുടെ ഓഫർ ആണോ, പൈസയാണോ നിങ്ങൾക്ക് നോട്ടം, അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയൊരു ആളാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത്. ഇവിടെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുക്കണം. ഇവിടെ ഇത് വേണ്ടാന്ന് വെക്കണം, അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഒബ്സെസ്ഡ് ആണെന്നാണ് പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾ ഒബ്സെസ്ഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു എനർജിയാണ്, മനസ്സിലായി? വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോ നിങ്ങൾ സ്നേഹമല്ല ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ പേഴ്സൺ വളരെ ഫേമസ് ആയ ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും, ആ പേഴ്സന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് എന്നൊരു പ്രശസ്തി നിങ്ങൾക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നുമില്ല റിലേഷൻഷിപ്പില്, പക്ഷെ നിങ്ങൾ ഒബ്സെസ്ഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നത്. സ്നേഹമില്ല ഇവിടെ, സോൾമേറ്റ് കണക്ഷൻ അല്ല, രണ്ടുപേരും തമ്മിൽ ഒരു തരത്തിലുള്ള അട്രാക്ഷനും ഇല്ല എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു ന്യൂ ലവ് ആണിത്. കിങ് ഓഫ് പെന്റക്കിൾസ്, ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം വരുന്നത്, അറിയില്ല. ആ സോഡിയാക് സൈൻ ഇവിടെ കണ്ടുകൊണ്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും, വളരെ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ്. നിങ്ങൾ അതിനെ കുറെ റെസിസ്റ്റ് ചെയ്യും, പക്ഷെ ഇത് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് വേണ്ട, ഈ പേഴ്സൺ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച ഒരു റിലേഷൻഷിപ്പാണ്. ഇത് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അല്ല, ഇതിന് മുമ്പത്തെ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, മനസ്സിലായോ? വളരെ നൊസ്റ്റാൾജിക് ആയ, വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ്, പക്ഷെ നിങ്ങളായിട്ട് അത് വേണ്ടാന്ന് വെച്ചതാണ്. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ വഴക്കിട്ട് ഒഴിവാക്കിയ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പാണ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഇതുപോലെ അല്ല, മനസ്സിലായി? ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ 2 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിൽ ഒരാളെ നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷെ അയാളെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അതുമില്ല ഇതുമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് വിടാത്തത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ പാസ്റ്റിലെ റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഗൈഡൻസ് ലീബ്ര സോഡിയാക് സൈൻ ആണ്. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒബ്സസീവ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ കള്ളത്തരം കാണിക്കുന്നതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പണിഷ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഞാനിത് അനുഭവിക്കണം, കാരണം ഞാൻ അങ്ങനെ കാണാൻ മറ്റേ ആളോട് ചെയ്തത്, അപ്പൊ അതിനുള്ള കർമ്മഫലം ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ, അപ്പൊ ഞാൻ ഇതിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, ഇനി ഫ്യൂച്ചറിൽ വരുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും എന്നൊരു മനസ്സിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒബ്സസ്ഡ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. സ്നേഹം ഉണ്ടായിട്ടല്ല, സന്തോഷം ഉണ്ടായിട്ടും അല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഒരു മാരേജിലോട്ടൊന്നും പോവില്ല, നിങ്ങൾക്ക് സക്സസ് അവിടെ ഉണ്ടാവില്ല എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. അപ്പൊ അത് വിട്ട് കളയണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ലീബ്ര സോഡിയാക് സൈൻ.
ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ. അപ്പം നമ്മൾ രണ്ടാമത്തെ റീഡിങ് ഇന്ന് കഴിഞ്ഞു. നമ്മളുടെ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ റീഡിങ് നിങ്ങളുടെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് ചോദിക്കാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ്. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മൾക്ക് ഇടയ്ക്ക് ഡൗട്ട് വരുന്നത് നാച്ചുറലാണ്. നമ്മൾ അതുകൊണ്ട് പേടിക്കണ്ട. തെറ്റ് ചെയ്യുന്നു എന്നല്ല വിചാരിക്കണം. നമ്മളുടെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യണം. എന്നാലേ നമുക്ക് ശരിക്കുള്ള വിശ്വാസം നമ്മൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ബാക്കിയെല്ലാം മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ്. അത് വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായ? നമ്മൾ ദൈവത്തിനെ അറിയണം. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഉറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ ചോദ്യം ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് എത്തണം എന്നാണ് പറയുന്നത്. അതിനാണ് സ്പിരിച്വൽ അവൈക്കനിങ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. മൂന്നാമത്തെ കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ്. ഭഗവാനെ, കാർഡ് മറിഞ്ഞില്ല. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ്. ഭഗവാൻ ആലോചിക്കുകയാണ് ഏത് കാർഡ് കൊടുക്കണം. രണ്ടുമൂന്ന് കാർഡ് മറിയാൻ പോയിട്ട് വേണ്ട, അത് വേണ്ട എന്ന് വെച്ച പോലെ തോന്നിയിരിക്കും. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ്. റൈറ്റ്, ഇനി കാർഡ്സ് വീഴോ നോക്കാം. ഒരു കാർഡാണ് വന്നത്. വളരെ സ്ട്രോങ് ആയ കാർഡാണിത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭയമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ആരൊക്കെയോ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഒരു പേടി നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരെ നിങ്ങളെ ചതിക്കും എന്നൊക്കെ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്നും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേടിയിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. എല്ലാത്തിനും പ്രാർത്ഥനയാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ, വേറെ ഒന്നുമില്ല. ഭഗവാനെ, അപ്പോൾ നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ് ഓവറോൾ എനർജി എന്തെന്നോ ഹൈ പ്രീസ്റ്റസ് ആണ്. ജ്ഞാനം, അറിവ്. മനസ്സിലായോ? അപ്പൊ ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള, അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് നിങ്ങൾ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുക, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് നോക്കുന്നു, പുറത്തേക്ക് പോകാൻ നോക്കുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. വെർഗോ പൈസസ് ആണിത്. അറിവ്, നോളജ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസ് തന്നെയാണ്. ചിലപ്പോൾ എന്താ പറയുക, എത്ര പ്രായമില്ല, എഡ്യൂക്കേഷന് പ്രായമില്ല. ഏത് പ്രായത്തിലും നമുക്ക് എന്തും പഠിക്കാം ശരിക്കും പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ നമ്മൾക്ക് ഒരു ചമ്മലാണ്. ഓ അയ്യോ, ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് പറയാനാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. ഒരാളെക്കുറിച്ച് അറിയാനുള്ള ഒരു അന്വേഷണത്തിലാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ഇത് കിങ് ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ സർപ്പമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്, വിഷസർപ്പമാണ്. അപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങൾക്ക് പേടിയുണ്ടോ? ആ ഒരു സ്ട്രെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് എവിടെയാണ്? നിങ്ങളൊരു എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണോ നിങ്ങൾ? അങ്ങനെയുള്ളൊരു സ്ഥലത്താണോ ഇങ്ങനെ ഒരു സർപ്പം ഉള്ളത്? ആ സർപ്പം നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഓക്കെ, അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നു നടന്നത്, ഇപ്പോൾ എന്താ നടക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത്?
നിങ്ങളുടെ പാസ്റ്റിൽ എന്താ നടന്നത്? അടിപിടി. ഏഞ്ചോ, നിങ്ങളൊരു സമാധാനപ്രിയയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. സാജിറ്റേറിയസ് ആണിത്. ഇവിടെ സർപ്പത്തിന്റെ ക്യാരക്ടർ ഇത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അക്വേറിയസ് ഏരീസും കാണിക്കുന്നുണ്ട്. അപ്പൊ പാസ്റ്റിൽ ഭയങ്കര അടിപിടി, ഒരു കോമ്പറ്റീഷൻ ഉള്ള പോലെ. ഇതൊരു ഏഞ്ചലിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു റിലീജിയസ് എന്തോ ബന്ധമുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അവിടെ തമ്മിത്തല്ലുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു. അപ്പൊ നിങ്ങളെ ചിലപ്പോൾ റിബലായിട്ടാണ് കണക്കാം. അവിടെ ഫോളോ ചെയ്യുന്ന വിശ്വാസങ്ങൾക്ക് എതിരായിട്ട്, തെറ്റാണെന്ന് തോന്നിയിട്ട് അതിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പാസ്റ്റില്. കാരണം ശരിയായ വഴി തിരഞ്ഞെടുക്കണം, മറ്റുള്ളവരും ശരിയായ കാര്യം മറ്റുള്ളവരെയും അറിയിക്കണം എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് തർക്കിക്കുന്നവരുടെ ഇടയിൽ കയറിയിട്ട് അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുകയോ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്ക് എടുക്കാൻ പോവാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമില്ല, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പൊ മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. കുറെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹമാണത്. അപ്പൊ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം സത്യം അറിയണം, സത്യം നേരായ വഴിക്ക് മറ്റുള്ളവരെ നയിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ഫ്യൂച്ചറിൽ കുറച്ച് പണിയാണ്. ഫ്യൂച്ചറിൽ കാണിക്കുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം തകർന്നു പോകുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം തകരും. അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുന്നവരെ നിങ്ങളെ വഞ്ചിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അകന്നു പോകുമെന്ന് പറയുന്നുണ്ട്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. അത് വളരെ ഡിസ്ഹാർട്ടനിങ്, അത് വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷൻ ആണ് ഫ്യൂച്ചറിൽ കാണിക്കുന്നത്. അത് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവണ്ടോ? അതുകൊണ്ടാണ് ഈ കാർഡ് വന്നത്. ആ ഫിയർ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനെ മുറുക്ക പിടിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യം തുടങ്ങിയേ പറയുന്നുണ്ട്. അപ്പോ നിങ്ങളിവിടെ എത്തപ്പെട്ടതാണോ അതോ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോ നിങ്ങൾ ചെന്ന് കയറിയ സ്ഥലമാണോ ഇത്? ഞാൻ കാർഡ്സ് റിവേഴ്സ് ആക്കാൻ നോക്കിയിട്ടും പിന്നെ അപ്രൈറ്റ് ആക്കാൻ നോക്കിയിട്ട് പിന്നെ റിവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്തുള്ള വിശ്വാസം നിങ്ങൾക്ക് പോയി. മനസ്സിലായോ? നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്, ഇതല്ല ശരി. അപ്പൊ നിങ്ങൾ അവിടെ മറ്റൊരു കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുമ്പോഴും നിങ്ങൾക്ക് ശരിയെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു റിബല്യസ്, അപ്പൊ മറ്റുള്ളവരായിട്ട് നിങ്ങൾ ഉടക്കേണ്ടി വരികയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അവരുടെ വിശ്വാസം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് ചാടണമെന്നുണ്ടായിരുന്നു. അപ്പോ ഇപ്പോ നിങ്ങൾ അതിനുള്ള പോംവഴികൾ നോക്കുകയാണ്. ഇവിടെ സ്കോർപിയോ, സാജിറ്റേറിയസ്, ജെമിനായി ആണ് കാണിക്കുന്നത്. ഫുൾ കാർഡ് കാണിക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ്, റിസ്ക് എടുക്കുക, ഇതൊക്കെയാണ്. നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ല. ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന അവിടെ ഉള്ള ആളുകളുടെ നന്മയ്ക്കും കൂടിയിട്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു NGO ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ചാരിറ്റി പ്രവർത്തനം, എന്തോ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല. ട്രഡീഷന് എതിരായിട്ട് പോകുന്ന, വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് പോകുന്ന ഒരു സ്ഥലമാണത്. മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യാസങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പുതിയതായിട്ട് മാനേജ്മെന്റിനെ മാറ്റാനാണോ അതോ നിങ്ങളെ ഏറ്റെടുക്കാനാണോ അതോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുതിയത് തുടങ്ങാനാണോ പ്ലാൻ? അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ശരിയായ വഴി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട്,
നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയ കുറച്ച് പേരുണ്ട്. പക്ഷേ അവരെത്ര നാൾ നിങ്ങളുടെ കൂടെ നിൽക്കും? അവിടെയാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയാണ്. എല്ലാവരും നിങ്ങൾക്ക് എതിരാണ്. പക്ഷെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസങ്ങൾക്കും എതിരാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് പോകാനുള്ള ഒരു ഇതുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇവിടെ പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾക്കൊരു ടെൻഷനാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണത്തിന്റെ ഓഫർ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് പുതിയൊരു തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്, പല കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടി ഫണ്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് തരാമെന്ന് ഓഫർ ചെയ്തവര് ഫ്യൂച്ചറിൽ ആ ഫണ്ട് കുറച്ചേ വരുള്ളൂ. ഫ്യൂച്ചറിൽ ഈ പൈസ വരുള്ളൂ നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമെന്നാണ് പറയുന്നത്. കാരണം ഉദ്ദേശിച്ചത്ര ഫണ്ട് നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ഇവിടെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലവർ സിറ്റുവേഷൻ ആവണം എന്നില്ല. നിങ്ങളുടെ ഗുരുവാവാം, നിങ്ങളുടെ ശിഷ്യന്മാരാവാം, ആരെങ്കിലും ആവാം. അവര് എല്ലാം നിങ്ങളെ പറ്റിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ കൂടെ നിൽക്കണോ വേണ്ടത്? കാരണം നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് ഫ്യൂച്ചറിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അവര് നിങ്ങൾക്കെതിരായിട്ട് തിരിയുമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായത്? ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഫ്യൂച്ചറിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഏസ് ഓഫ് കപ്സ്. നിങ്ങൾ സ്നേഹം കൊടുക്കുക. സ്നേഹം കൊടുക്കുമ്പോൾ സ്നേഹം തിരിച്ചു കിട്ടും. നിങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ്, കനിവാണ്, ദയാണ്. നമ്മുടെ മദർ തെരേസയൊക്കെ പോലെ തന്നെ ആ ഒരു ടൈപ്പ് ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹവും ദയവും കനിവും കൊടുക്കുന്നത് നിർത്തരുത് ഒരിക്കലും എന്നാണ് പറയുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും. അതിനെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കാവുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അതാണ് നിങ്ങളുടെ ജീവിതം, അതാണ് നിങ്ങളുടെ വഴി. ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ. അപ്പോൾ ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കുക. പ്രശ്നങ്ങളെ എതിരിട്ട് ജീവിക്കാൻ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ സ്നേഹവും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതും കനിവും നിങ്ങൾ കൈവെടിയരുതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഈ നമ്മൾ കണ്ടില്ലേ കിങ് ഓഫ് വോൺസ് അവിടെ കണ്ടത്, അത് ഈ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ ഓവറോൾ എനർജി കണ്ടത്, ഇത് നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? നിങ്ങളെ ഇല്ലാതാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളെ നശിപ്പിച്ച് കളയാനോ നിങ്ങളുടെ പ്രശസ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നശിപ്പിച്ച് കളയാൻ ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണത്. അതുകൊണ്ടാണ് അത് അവിടെ കണ്ടത്. അതാണ് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന എനർജി. അപ്പോ അതൊക്കെ അവിടെ ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മളൊരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, നമ്മളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മളോട് വഴക്കിടാനും പ്രതികരിക്കാനും നമ്മൾ ഉപദ്രവിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളുടെ വിശ്വാസം ശരിയാണെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് അതിനെല്ലാം അവഗണിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടും. അതിന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളുടെ കൂടെ ആകെ ദൈവമേ ഉണ്ടാവുള്ളൂ. വേറെ ആർക്കും നമ്മളെ ഏതു നേരവും സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ എന്താ പറയാ നമ്മളെ പ്രിസർവ് അല്ല, നമ്മളെ സഹായിക്കാനോ നമ്മളെ സംരക്ഷിക്കാനോ ദൈവത്തിനല്ലാതെ ആർക്കും പറ്റില്ല. 24 മണിക്കൂറും നമ്മൾ ആർക്കും സംരക്ഷിക്കാൻ പറ്റില്ല ദൈവമല്ലാതെ, അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ്. അത് ഏത് ദൈവമാണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണെങ്കിലും നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. ഈ വിശ്വാസം അതാണ്, അതല്ലേ എല്ലാം എന്നുള്ള സത്യമാണ്. ഒരു വിശ്വാസം നമ്മളുടെ മനസ്സിൽ വേണം, എന്ത് വിശ്വാസവും ആയിക്കോട്ടെ. പക്ഷെ അത് സ്ട്രോങ് ആയിരിക്കണം, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ധൈര്യം കിട്ടുക. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി, അക്വേറിയസ്, ഏരീസ്, സാജിറ്റേറിയസ്, ഇത് വേറെ സ്ട്രോങ് ആയിട്ടൊന്നുമില്ല. പിന്നെ വെർഗോ, പൈസീസ്. അപ്പം ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ റീഡിങ് ഇതുവരെ ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.
എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമൃദ്ധിയും സമാധാനവും ആരോഗ്യവും സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എല്ലാവരെയും. കേട്ടോ, ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു പശുണ്ട്, സോറി. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. റിലേ പോയി. സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.